അങ്ങനെ ചോദിക്കുന്നത് വളരെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്നത്. SDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ CPM അതുപോലെ തന്നെ മറ്റുള്ളവരും ഒരുപക്ഷെ നിങ്ങൾ പിന്തുണയ്ക്കുന്നതൊക്കെ പറയുന്നത് പോലും പരസ്യമായിട്ട് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ധൈര്യം CPM ആരൊക്കെയാണെന്ന് നോട്ട് പറയാം, ഞാൻ വിശദീകരിച്ച് പറയാം. പിന്നെ പറഞ്ഞ ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 6 തെരഞ്ഞെടുപ്പിൽ ഈ 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി പിന്നീടുണ്ടായ ഇടക്കാലത്തുണ്ടായ വെൽഫെയർ പാർട്ടി എനിക്കെതിരായിരുന്നു. ഈ 6 തെരഞ്ഞെടുപ്പിലും അവർ പിന്തുണ കൊടുത്തത് LDF-നാണ്, CPM-നാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അമീറിനെ കണ്ടിട്ടുണ്ട്. ഈ അന്നത്തെ അമീർമാർ AKG സെറിൽ പോയിട്ട് പിണറായി വിജയനായിട്ടും കോടിയേരി ബാലകൃഷ്ണനായിട്ടും ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് ഒരുമിച്ചായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്. അന്നെല്ലാം അവർ മതേതരവാദികൾ. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ ദേശവ്യാപകമായിട്ട് ഈ BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് മുതൽ അവർ വർഗീയവാദികൾ. CPM ആണ് ഈ ആരാണ് മതേതരവാദി ആരാണ് വർഗീയവാദി എന്ന് ഇവിടെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടി ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് CPM-ന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നവരാണ്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അവർ നമ്മുടെ കൂടെ അല്ല. മനസ്സിലായി? അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അകത്തൊക്കെ പറയണത്? SDP-ഐ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു? SDP-ഐ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു? അവർ CPM-ൻ്റെ കൂടെയായിരുന്നു. ഇനി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു. ഞങ്ങൾ ജയിച്ചില്ലേ? 20-19 സീറ്റ്. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. CPM ആണ് RSS ആയിട്ട് ചർച്ച നടത്തും. നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ നിയമസഭയിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കാറ് മാറി വന്ന് മുഖ്യമന്ത്രിയും CPM നേതാക്കളും കേരളത്തിലെ RSS നേതാക്കളും കൂടി ശ്രീ M-ൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയോ? ഇല്ലയെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ തെളിവ് കൊണ്ടുവരാം. 4 മാസത്തിനകം ശ്രീ M-ന് 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തോ? ചർച്ച നടത്തിയല്ലോ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ലയെന്ന് രണ്ടുപേരും നിഷേധിച്ചല്ലോ ആദ്യം. അവസാനം എന്തായിരുന്നു അതിൻ്റെ കൺക്ലൂഷൻ? എനിക്ക് മാത്രമേ ഒരു അബദ്ധം പറ്റി. ഞാൻ ആ സ്വത്ത് എനിക്ക് തരാൻ പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പോയി. അറിയാതെ പറഞ്ഞു പോയി. ഇപ്പം എനിക്ക് വിഷമമായത്. അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഷെയർ ഉണ്ടെന്ന് പറയും. അത് മേടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കൊടുക്കരുത്. അല്ല, ഞാൻ രാജീവ് ചന്ദ്ര ഷെയർ ഡിനൈ ചെയ്താ? രാജീവ് ചന്ദ്രശേഖർ അതൊന്നുമല്ല പറഞ്ഞത്. എൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിക്ക് EP ജയരാജൻ്റെ കുടുംബമായിട്ട് ബന്ധമുള്ള കമ്പനിക്ക് ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നുമില്ലേ? കേരളത്തിലെ CPM നേതാക്കളും BJP നേതാക്കളും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞല്ലോ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ്. ഇത് ഞങ്ങളൊക്കെ പറയുമ്പോഴല്ലേ ഒരു അലിഗേഷനും ഇന്ന് വരെ ഒരു വാചകം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് നിയമസഭാ ഒരു അംഗം എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചത്. മറ്റേ മീമണ്ടിയിൽ 150 കോടി കൊണ്ടെന്ന്. എന്താ അവരുടെ വിജിലൻസ് ഇന്നലെ കോടതി കൊടുത്തത്? എന്താ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അത്തരം ഒരാളുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലില്ല. ഒരുപാട് കക്ഷികൾ തിരുവനന്തപുരത്തെ നിങ്ങൾ പ്രസ് ക്ലബ്ബിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. ഒരുപാട് കക്ഷികൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നുണ്ട്, UDF-ന് പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ. പിന്നെ CPM ഒരു കാര്യം കൂടി ഇത്ര ചോദിച്ചല്ലേ, കുറേ നേരമല്ല ചോദിക്കുന്നത്. ഇത് എവിടെയാണ് നമ്മളിരിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലായിരിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആരാ? CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ SDP-കാരൻ. അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരിലിരിക്കുന്നത് ആരാ? SDP-കാരൻ. ഒരുമിച്ച് ഭരിക്കുകയാണേ. അല്ലല്ല, കേക്ക്
അല്ല കേൾക്ക്, ഞാൻ പറയണ കേക്ക് മുഴുവൻ തീർക്കല്ലേ. ആ കേൾക്കല്ലേ, കേൾക്ക്. അല്ല ഞാൻ പറയണ കേക്ക്. ഒരുമിച്ച് ഭരിക്കുകയാണ്. എന്നിട്ട് അല്ല അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് CPM പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധമില്ലെന്ന്. അല്ല അദ്ദേഹം ചോദിച്ചില്ലേ, CPM പ്രഖ്യാപിച്ചല്ലോ SDPIയുമായിട്ടൊരു ബന്ധമില്ലെന്ന്. ഈ പത്തനംതിട്ടയിൽ, നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരാ, ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി CPM SDPI കൂടി ഒരുമിച്ച് ഭരിക്കുന്നത്. ഒരുമിച്ച് വൈസ് ചെയർമാൻ SDPI, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SPI, തൊട്ടപ്പുറത്ത് ആൻഡോ ആന്റോണിന്റെ നിയോജക മണ്ഡലമുണ്ട്. ആൻഡോ ആന്റണി മത്സരിക്കുന്ന നിയോജകമണ്ഡലം അത് MP ആയിട്ടുള്ള ഈരാറ്റുപേട്ടയിൽ മുനിസിപ്പൽ ഭരണത്തെ താഴെ CPM ഇറക്കിയത് ആരുടെ കൂടെ ചേർന്നിട്ടാ? SDPIയുടെ കൂടെ ചേർന്നിട്ട്. ഞാനൊരു ചോദ്യം, അവിടെ നിന്ന് അഭിമന്യുവിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും? അല്ല ഇതൊക്കെ ഒന്ന് ഞാൻ CPM-കാരുടെ ഇതൊക്കെ CPM-കാരോട് ഒന്ന് ചോദിക്കണം, എനിക്കൊന്ന് കേൾക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മറുപടി വളരെ ക്ലിയർ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. താങ്കൾ ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യം അല്ല, താങ്കൾ ഉള്ള മനസ്സിലിരിക്കുന്ന മറുപടി അല്ലല്ലോ ഞാൻ പറയണത്. ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒരേ ചോദ്യം. കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. CPM-നെ പറ്റി പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കേൾക്കുമ്പോൾ അതിനുണ്ടായിരുന്ന പല പ്രവർത്തകരും അവർക്ക് ഇഷ്ടമുള്ള മറ്റു പാർട്ടികളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അത് ഇപ്രാവശ്യം കോൺഗ്രസിനും സിമിയെ നിരോധിച്ചല്ലേ? ആ സിമിയിലുണ്ടായിരുന്ന ഒരുപാട് പേര് CPM-ലുണ്ടല്ലോ. എന്തൊക്കെ അല്ലല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണം. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല. ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. അതിനേക്കാൾ ക്ലാരിറ്റി എന്താ വേണ്ടത്?